ഐ തിങ്ക് ഇപ്പൊ വരുന്ന ഈ ജനറേഷനിലുള്ള ആക്ടേഴ്സ് എല്ലാരും തന്നെ അവർക്ക് വരുന്ന കമന്റ്സ് ഒക്കെ നമ്മള് ചുമ്മാ എടുത്തു നോക്കുമ്പോ തന്നെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് തന്നെ അറിയില്ല ഈ ആൾക്കാർ കമന്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇതൊക്കെ കണ്ട് അവരെത്ര കൂളായിട്ടായിരിക്കുന്നത്. അപ്പൊ അവരെ കണ്ട് ഞാനും പഠിച്ചു, ഇതൊക്കെ ഉള്ളൂ, ഇത്രേ ഉള്ളൂ, വേറെ നമുക്ക് നമ്മുടെ ദേഹത്ത് പൊടിയൊന്നും പറ്റുന്നില്ലല്ലോ. അവരവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ, ഒന്നും വരുന്നില്ല. ഈ ഒരു ചിന്താഗതി നല്ലതാണ് കേട്ടോ. നമുക്ക് യാത്രയ്ക്ക് നല്ല ചിന്താഗതിയാണ്, അത് ഒരു മാറ്റമില്ല കേട്ടോ. ചിലൊരു ഭയമാന്ന് പറയും സോഷ്യൽ മീഡിയ, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പറഞ്ഞാൽ എറിയേണ്ടവർ എറിയും. മാവുള്ള സ്ഥലത്തല്ലേ കല്ലെറിയുള്ളൂ പറഞ്ഞല്ലേ അല്ലേ? അപ്പൊ മാവുള്ള നമ്മുടെ മാവില മാങ്ങ ഉള്ളതുകൊണ്ടാണ് അവർ കല്ലെറിയുന്നത്. ഇത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ അവര് നമ്മളെ പല രീതിയിലും തോണ്ടി നോക്കും. അതെ, നമ്മളത് മൈൻഡ് ചെയ്യണം. വലിയ പാഠമായിട്ട് പറയുന്നത്. എനിക്കൊക്കെ എപ്പോഴും, ഞാനൊക്കെ എന്നും ഓണറിൽ നിൽക്കുന്ന എന്തൊക്കെ ആയിരിക്കും കമന്റ്സ് വരുന്നതും. ഇതിൽ തന്നെ എന്താ കമന്റ് വരുന്നത് അറിയാൻ പറ്റില്ല. അയ്യോ ഇല്ല ആ വേടിയില്ല ഞാൻ ചുമ്മാ നോക്കിയതേ ഇല്ല ചുമ്മാ ഒന്ന് ഇത് പറഞ്ഞു. എനിക്ക് അങ്ങനെ പേടിയില്ല. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അപ്പോൾ അവര് പറയേണ്ടത് അവര് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മള് ഭഗത്തിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ നായികമാർ അത് കഴിഞ്ഞിട്ട് കുറെ നായികമാർ വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു പറയാവുന്ന പേരെടുത്ത് പറയാൻ നായികമാർ, ഇവരൊക്കെ സിനിമ കണ്ടു. ഇപ്പം അങ്ങനെ നോക്കുമ്പം ഈ ജനറേഷനിലെ നായികമാരിൽ ആരെയാണ് എപ്പോഴും കണ്ട് വാച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടു പോയേക്കണം? എനിക്ക് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെടുന്നത്, ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഓബ്വിയസ്ലി അപർണ ബാലമുരളി, ആ ചേച്ചിയെ കുറിച്ച് എല്ലാം ഇപ്പൊ ഫുൾ ഇപ്പം ഐ മീൻ എന്താ പറയാ ഓൺ ട്രെൻഡിൽ നിൽക്കുന്ന ചേച്ചിയാണ്. ബാക്കി അല്ലാതെ പിന്നെ കല്യാണി പ്രിയദർശൻ, അവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ തമിഴിലും ഇപ്പൊ കുറെ ആക്ടേഴ്സ് തമിഴിലോട്ടും വരുന്നുണ്ട്. ഐശ്വര്യ ലക്ഷ്മി ചേച്ചി, അവരൊക്കെ തമിഴിലോട്ടും വരുന്നുണ്ട്. അപ്പം ഇവരുടെ എല്ലാ മൂവീസും ഞാൻ കാണുന്നുകൊണ്ട് എനിക്ക് ഇവരെയൊക്കെ ഇഷ്ടമാണ്. അവരുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമാണ്. തമിഴിൽ നിന്ന് ഓഫറുകൾ വന്നിരുന്നു. മലയാളം ചെയ്തിട്ട് തമിഴിലേക്കുള്ളൊന്ന് തീരുമാനിച്ചായിരുന്നു? ഇല്ല, എനിക്ക് ആക്ച്വലി തമിഴും മലയാളവും രണ്ടും ഒരുപോലെ തന്നെയാണ്. ഞാൻ ജനിച്ചു വളർന്നത് മദ്രാസിലാണ്, കുറച്ചു ഭാഗം വളർന്നത് കേരളത്തിലാണ്. അപ്പൊ എനിക്ക് രണ്ടും ഒരേപോലെ തന്നെയാണ്. അപ്പം നമുക്ക് നല്ല പ്രോജക്ട്സ് വരണം എന്ന് മാത്രമേ നോക്കൂ, നല്ല ക്യാരക്ടേഴ്സ് ആയിരിക്കണം. തമിഴിൽ നിന്ന് ഓഫർ വന്നു എന്ന് പറഞ്ഞു, ഇപ്പൊ മലയാളത്തിലാണ് അഭിനയിക്കുന്നത്. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഭഗത് ഫാസിലിനാണ് എനിക്ക് ഒരു മുൻതൂക്കം. അങ്ങനെ തമിഴിലാണെങ്കിൽ ആർക്ക് കൊടുക്കും? തമിഴിലാണെങ്കിൽ എനിക്ക് കാർത്തി സാറിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ ജനറേഷൻ ഐ മീൻ ഇപ്പോ ശിവകാർത്തികേയൻ സാറുണ്ട്. എനിക്ക് ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ശിവകാർത്തികേയൻ സാറിനെ വളരെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ വിജയ് സേതുപതി സാറുണ്ട്. അത് മാത്രമല്ലാതെ എനിക്ക് കാർത്തി സാറിന്റെ എനിക്ക് എന്താ പറയാ നല്ല ഒരു ബ്രദർലി അഫെക്ഷൻ പോലെ നമുക്ക് തോന്നും, നമുക്ക് ഓൺ സ്ക്രീനിൽ കാണുമ്പോൾ. എനിക്ക് ഇഷ്ടമുള്ള നടനാണ്. ഈ അമ്മയുടെ മരണത്തിന് ശേഷം സിനിമാ മേഖലയിൽ നിന്നുള്ളവരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അത് വീട്ടുകാരുമായിട്ടാണല്ലോ. അതെ, വീട്ടിലെ വീട്ടുകാരുമായിട്ടുള്ള കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് എന്നും ഹെൽപ്പ് വീട്ടുകാർ തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു. നമ്മളാക്കി മാറ്റിയത് വീട്ടുകാരാണ്. നമ്മൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് നമ്മൾ നോക്കുന്നില്ല അല്ലെ? അത് അവിടെ എന്ത് നടക്കുന്നു നമ്മുടെ വീട്ടുകാർ തന്നെ, നമ്മുടെ അമ്മമാരവിടെ ഉണ്ട്, അവരെയാണ് അത് ആ രീതിയിലേക്ക് പോകുന്നത്. ഈ സിനിമാ മേഖലയിൽ നിന്ന് വേറെ രീതിക്കെങ്കിലും മുകളിലൊരു വളർച്ചയ്ക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിയെന്ന് മാറ്റി നിർത്തപ്പെട്ടായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നും തോന്നിയിട്ടില്ലോ. നമ്മൾ തന്നെ ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചത് തന്നെയല്ലേ? ഈ ചെന്നൈയിലായതുകൊണ്ട് ഈ കേരളത്തിൽ വലിയ സിനിമയിലേക്ക് കിട്ടാതെ വന്നതായിട്ട് വല്ലതും ഫീൽ ചെയ്തില്ല? ഇല്ല, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം ദൈവം നിശ്ചയിക്കുന്ന പോലെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ദൈവം നിശ്ചയിക്കുന്നത് പോലെ എല്ലാം നടക്കും. അപ്പൊ ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ചാൻസ് കിട്ടിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല. അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മോള് സിനിമയിൽ അഭിനയിക്കണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്? അമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കൽപ്പന ചേച്ചി ആവശ്യപ്പെട്ടിട്ടുണ്ട്, മോളൊരു സിനിമയിൽ അഭിനയിച്ചാലോ? മിനു എപ്പോഴും ബിസി ആയിരുന്നു. അപ്പൊ ഞാൻ അമ്മയോടാണ് എല്ലാം പറയാറ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സന്തോഷവുമായിരുന്നു. ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെ വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ കൂടുതൽ അതിനെ കുറിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഒരു സ്പേസോ ഒരു ടൈമോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ആഗ്രഹമാണ് ഇപ്പം സഫലമാകാൻ പോകുന്നത്. സ്വർഗത്തിൽ ഇരുന്ന് കാണുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഉറപ്പായിട്ടും സ്വർഗത്തിലല്ല, ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. ആ വാക്കാണ് ഏറ്റവും, ആ വാക്ക് മനസ്സിന്റെ ആഴത്തിലേക്കാണ് കേട്ടോ കൊണ്ടായത്, എന്നെ ഇപ്പൊ യാത്ര ചെയ്യിപ്പിച്ചത്. തീർച്ചയായിട്ടും ഈ സൗണ്ടിൽ കൂടെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ.
അപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്, എവിടെ ഇരിപ്പുണ്ട്, നമ്മൾ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അല്ലെ? ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സങ്കടം ഉണ്ടായ മുഹൂർത്തമാണല്ലോ അല്ലെ? ജീവിതത്തിൽ നമ്മൾ അവിടെ ആ സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്നു എന്നൊരു ഫീൽ ഇല്ല, നമ്മുടെ ഈ അമ്മമാരുള്ളത് കൊണ്ട് അല്ലെ? ഇവരാണല്ലോ കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അല്ലെ? അപ്പൊ ഏറ്റവും വലിയ സങ്കടം എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. പക്ഷെ ഒറ്റപ്പെടൽ എന്നൊരു ഫീല് നമുക്ക് ഉണ്ടായില്ല. എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല, അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായിട്ടില്ല. എന്താന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങൾ മക്കളൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. അപ്പൊ അത് കാരണം ഇപ്പോ കാർത്തൂന്റെ മോനാണ്, അല്ലാതെ മിനുവിന്റെ മോളാണ്, അങ്ങനെ ഒരു ലേബൽ ഇട്ട് ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല. എന്റെ മോളാണ്, എന്റെ മോനാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് കാരണം എനിക്ക് അങ്ങനെ മാറ്റിപ്പെട്ട മാറ്റി നിർത്തപ്പെട്ടതുപോലെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എല്ലാരും ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ്. അല്ല, ഞങ്ങൾക്ക് എന്താ പറയാ, സെപ്പറേഷൻ ഒന്നും നമുക്ക് ഇതുവരെ അവര് ഞങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടും ഇല്ല, അങ്ങനെ തോന്നിയിട്ടുമില്ല. ഈ സിനിമാഭിനയം അല്ലെങ്കിൽ എന്തിലേക്ക് പോയനെ ഇപ്പൊ? എനിക്കൊന്നും അറിഞ്ഞൂടാ, വീട്ടിൽ ഇരുന്നേനെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സത്യം പറഞ്ഞ സിനിമ അഭിനയം അല്ലാതെ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. പഠിച്ചതും ഇത് തന്നെ, വളർന്നതും കേട്ടതും എല്ലാം ഇത് തന്നെ. വീട്ടിലിരുന്ന് പോയനല്ലേ? അതെ, വീട്ടിലിരുന്ന് പോയനെ. അതൊരു വല്ലാത്ത ഇരിപ്പായി പോയനെ. സത്യം അല്ലെ? നമുക്ക് ഓർക്കാൻ പറ്റാത്ത ഇരിപ്പായി പോയനെ. ഭയങ്കര ഇനി ഇരുന്ന് പോയനെ, പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വരും, എഴുതേക്കേണ്ട പോലും വരില്ലായിരുന്നു. അപ്പൊ സിനിമാഭിനയം തന്നെയാണ് തന്നെയായിരുന്നു ഈ. അത് വൈകിയെന്ന് മാത്രമല്ല, വൈകിയില്ല, നമ്മൾ സമയം ഇപ്പോഴാണ്. ഇനി അങ്ങൊരു യാത്ര തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് സമയം കിട്ടിയെന്ന് വേണം പറയാൻ. അല്ല ഷടപടയെന്ന് ചാടിക്കേറി സിനിമയിൽ വന്നു, അങ്ങനെയല്ല. എനിക്ക് എന്തൊക്കെ ഞാൻ ചെയ്യണം, നമ്മൾ വരുമ്പോൾ ഒരു ക്യാരക്ടറിന് എങ്ങനെ വേണം നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ, അത് മാത്രമല്ല ഓരോ ക്യാരക്ടേഴ്സിനും എടുക്കേണ്ട സമയം എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു കറക്റ്റ് ഒരു ടൈം കിട്ടി. ആ ടൈമിന് ഞാൻ എല്ലാം പഠിച്ചു എന്നല്ല, ഇനിയും കുറെ പഠിക്കാനുണ്ട്. പക്ഷെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഇപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഇനി എക്സ്പീരിയൻസ് മൂലം അങ്ങനെയാണ് ഇനിയും പഠിക്കാനുള്ളത്. സിനിമാഭിനയം പഠിച്ചു തീരുന്നില്ല, ആരും തീരുന്നില്ല. മമ്മൂക്കായും ലാലേട്ടനും പറയുന്നത് ഞങ്ങളൊന്നും അഭിനയം പഠിച്ചു തീർന്നില്ല. ഇപ്പോഴും നമ്മൾ ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ ആ മറ്റൊരു കഥാപാത്രം വീണ്ടും പഠിക്കുകയാണ്. അതാണ് സിനിമ അഭിനയം നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒന്നുമല്ല. അതിനെ ഉർവശി ചേച്ചി അന്ന് അഭിനയിച്ച പോലെയല്ല ഇന്ന് അഭിനയിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ സിനിമയിലും ആ ക്യാരക്ടർ കിട്ടുമ്പോൾ പഠിക്കുകയാണ് സിനിമ. അങ്ങനെ പഠിച്ചു തന്നെ എടുക്കണം. ഈ പറഞ്ഞതുപോലെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ജീവിതത്തിൽ, അതെന്തായിരിക്കും ഓർത്തെടുക്കുകയാണെങ്കിൽ? എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് എന്താണ് കൂടുതൽ അങ്ങനെ, ഒരു കാര്യം പറഞ്ഞു, എനിക്കത് എന്താ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരെണ്ണം നഷ്ടപ്പെടുമ്പോൾ അതിലും വിലപ്പെട്ടത് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് എപ്പോഴും എൻ്റെ മനസ്സിൽ ആലോചിക്കും. നമുക്ക് എന്ത് നഷ്ടപ്പെടുമ്പോഴും അതിലും വിലപ്പെട്ടത് നമുക്ക് ദൈവം തരാനാണ് ഈ നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് പറയും. അപ്പൊ അത് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ മൈൻഡിൽ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ എന്ത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കൂടുതൽ അങ്ങനെ വിഷമിക്കാറില്ല. ഇതിലും എന്തോ നല്ലത് നമുക്ക് ദൈവം തരാൻ പോകുന്നു എന്ന് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. വലിയൊരു വാക്കായിരുന്നു. അത് വലിയൊരു വാക്കാണ്. നിരാശ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുക. ഒന്നും നമുക്ക് എല്ലാം ഒരു ഡെഡ് എൻഡ് അല്ല, അതിലും എന്തോ നല്ലതാണ് ദൈവം നമുക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് നിരാശപ്പെടാറില്ല. നമുക്ക് നഷ്ടബോധങ്ങളില്ല. അതെ, നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടും. ആ അമ്മ പറഞ്ഞു തന്ന വാക്ക്, ആ വിശ്വസിച്ചുള്ള ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിലും നല്ല നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ? നമ്മൾ ആഗ്രഹിച്ചാണല്ലോ ഇപ്പൊ സിനിമ, അതിപ്പോ കിട്ടിയില്ലേ? അത് കുറെ നാൾ മുമ്പ് വേണമെന്നുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു എന്ന് തോന്നി, പക്ഷെ നഷ്ടപ്പെട്ടില്ല, തിരിച്ചു കിട്ടി വന്നു. അത് നല്ലൊരു ഉപദേശമാണ്. ഈ ഉർവശി ചേച്ചി വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സ്വഭാവം? എങ്ങനെയാണ്? തമാശ നിറഞ്ഞതാണോ, സീരിയസ് ആണോ, എങ്ങനെയാണ്? ഞങ്ങൾക്ക് അങ്ങനെയല്ല, കൂടുതൽ തമാശയല്ല, കുറച്ച് റിസർവ്ഡ് ആണ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ സിനിമകളെ കുറിച്ചും ക്യാരക്ടേഴ്സിനെ കുറിച്ചും മാത്രമേ ഉള്ളൂ. അങ്ങനത്തെയാണ് നമ്മൾ വീട്ടിലും സംസാരിക്കുന്നത്, വേറെ ഒന്നിനെ കുറിച്ചും അല്ല. ഇപ്പൊ തൊഴിൽ ഇതായത് കാരണം, ഇതിൽ തന്നെ നിൽക്കുന്നത് കാരണം സിനിമകളെ കുറിച്ചും കാണുന്ന സിനിമകളെ കുറിച്ചും വർക്ക് ചെയ്ത ആക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കും. നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ? അതെ, ചെന്നൈയിൽ ഒരുമിച്ചാണല്ലോ, കൂട്ടുകുടുംബം പോലെയാണല്ലോ, അടുത്തടുത്ത് തന്നെയാണ് കൂട്ടുകുടുംബം. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ ഏതായിരിക്കും? നമ്മൾ യൂഷ്വലി എന്തെങ്കിലും അമ്പലത്തിൽ പോകാൻ, ഒരു യാത്ര, ഒരു 1 വീക്ക് നമുക്ക് അമ്പലത്തിൽ പോകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പൂജയുള്ളപ്പം അങ്ങനെയൊക്കെയാണ് കൂടാറ്. അല്ലാതെ വിഷു, ഓണം ഒന്നും നമുക്ക് അങ്ങനെ കൂടാൻ പറ്റാറില്ല. എന്ന് വെച്ചാൽ ഷൂട്ടിങ്ങിന് ഓരോ സ്ഥലത്തും ഓരോ ആൾക്ക് ഓരോ സ്ഥലത്തായിരിക്കും. അപ്പൊ അത് കാരണം ഈ പൂജകളുള്ളപ്പോഴോ നമ്മൾ അമ്പലങ്ങളിൽ ഒരുമിച്ച് പോകുമ്പോഴോ അങ്ങനെ കൂടാറുള്ളൂ.